ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ടാങ്കിലെത്തൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്ത ടാങ്കാണ്. അതിൻ്റെ അത്യാവശ്യം എൻ്റെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, 1-2 മീൻ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അതിനൊക്കെ ഞാൻ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ടാങ്കിലൊക്കെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യാനാണ് ഇന്ന് പോണത്. നമ്മളതിൽ ഇതുപോലെ ഒരു പഴയ മോട്ടർ ഉണ്ടായിരുന്നു, ഞാൻ മുന്നേ മേടിച്ച് വെച്ചതായിരുന്നു ഫിൽറ്ററിന് വേണ്ടേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ പെറ്റ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ട് ഗൈസ്, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ലൈക്ക് അടിക്കുക. ഗൈസ്, നമ്മളിങ്ങനെ ഒരു പഴയ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് തേച്ച് കഴിയണം. നമുക്ക് ആദ്യം കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് തേച്ച് കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടും കൊടുത്താൽ നടക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാൻ റൗണ്ട് ഹോളിട്ട് വരച്ചിരിക്കുന്നുണ്ടായിരുന്നു നീലപ്പേനായിട്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് അതിൻ്റെ അവിടെ പൈപ്പ് ഔട്ട്ലെറ്റ് എടുക്കാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, വേറെ രീതിക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് മോശമാണ്, നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്, പെർഫെക്ഷൻ ഒന്നും അല്ല. അപ്പോൾ പൈപ്പ് വെച്ചെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ കറക്റ്റ് ആവും, അല്ലെങ്കിൽ വെള്ളം ലീക്കേജ് വരാനുള്ള ഇതാവുന്നുണ്ട്. അതുപോലെ ഞാൻ കട്ട് ചെയ്ത് തീരെ ബോട്ടത്തിലായിപ്പോയി, അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടായിട്ടുണ്ട്. വൈസ് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ബോട്ടത്തിലായതുകൊണ്ട് അക സൈഡ് ഫിറ്റ് ചെയ്ത് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഉണ്ടോ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടൈറ്റ് പാടായിരുന്നു അവിടെ അങ്ങ് സെറ്റായിരിക്കാൻ വേണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് MC-യിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ലീക്കേജ് വരാൻ പാടില്ലോ. ചിറ്റിൻ്റെ ഇളക്കിയെടുക്കണേക്കാട്ട് നല്ലതല്ലേ ഇപ്പോഴും നമ്മളൊന്ന് കെയർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ MC-യിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇൻലെറ്റ് കൊടുക്കാൻ വേണ്ട മുകളിലൊരു കണക്ഷൻ കൊടുക്കണം. നമ്മൾ ചെറിയ ഇതാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിലത്തേക്ക് വേണ്ട. നമ്മുടെ പമ്പ് ഇതിനനുസരിച്ച് വലിക്കത്തുള്ളൂ, അതിനെ ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളവർ. അപ്പം അതിൻ്റെ ഒരു ഇത് നമ്മൾ ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് MC-യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അകത്തുനിന്ന്, അഥവാ വെള്ളം നിറഞ്ഞാലും പുറത്തോട്ട് ലീക്കാവാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലത്തേക്ക് അടിയിലത്തേക്ക് വേണ്ട നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പഴയ ഓടുകളില്ലേ, അവൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കുറേ ഓടുകളൊക്കെ ഇങ്ങനെ പീസുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അത് പറക്കി നമ്മൾ അടിച്ച് പൊട്ടിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഗൈസ്, ഓട് പൊട്ടിച്ച് അത് കഴുകിയെടുക്കണം. അവിടെ ഈ ഒരു ആയുധമാണ് എടുത്തിട്ടുള്ളത് ഗൈസ്, ഓട് പൊട്ടിക്കാൻ വേണ്ട. അപ്പോൾ ഗൈസ്, ഓട് പൊട്ടിച്ച് നമ്മളിങ്ങനെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ മുന്നേ ചെയ്തൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാം എല്ലാം അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക. താങ്ക് ഫോർ സപ്പോർട്ട്. ബൈ.